കൂൺ എന്ന് പറയും. ഈ കൂൺ കൊണ്ട് നമുക്ക് തോരൻ വെക്കാം, കൂൺ കൊണ്ട് തീയല് വെക്കും. അപ്പം കൂൺ തോരൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നമ്മുടെ അടുക്കളയിൽ കൂടി വളരെ കുഞ്ഞു വിഭവങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേറെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഭവമാണ് ഈ കൂൺ തോരൻ. അപ്പൊ കൂൺ തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഈ കൂണ്, ഇത് ഞാനിങ്ങനെ എന്നാ പറയുന്നത്, ബട്ടർ കൂൺ എന്നൊക്കെ പറയുന്ന പോലെ ഇത് എവിടെയാണെങ്കിലും ഇപ്പൊ കിട്ടും. വെജിറ്റബിൾ ഷോപ്പിൽ കിട്ടും, അതുപോലെ തന്നെ മാർജിൻ ഫ്രീ, എവിടെയാണെങ്കിലും നമുക്ക് ഈ കൂൺ കിട്ടും. ഇത് ഇങ്ങനെ നീളത്തിൽ തോരന്റെ പരുവായിട്ട് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്. തേങ്ങ ചിരുകിയത്, അതായത് ഒരു മുറി തേങ്ങ ചിരുകിയത്, ചുവന്നുള്ളി കീറിയത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, ഉപ്പ് പാകത്തിന്. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഈ കൂണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൂൺ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. കാരണം ഈ വിഷാംശമുള്ള കൂണുകൾ അല്ലെങ്കിൽ വിഷം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിൽ വിഷാംശം ഉണ്ടെന്നല്ല പറയുന്നത്, എന്തെങ്കിലും ചീത്തയായിട്ട് നമുക്ക് വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഈ മഞ്ഞളും ഇട്ട് വേവിക്കുമ്പോഴത്തേന് അതിന്റെ വിഷാംശം മാറും എന്നാണ് പറയുന്നത്. അപ്പം ഈ കൂണ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സ്വല്പം ഇതിൽ വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, സ്വല്പം വെള്ളം ചേർത്ത് ഇത് നമുക്കൊന്ന് ശകലം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് ഈ കൂൺ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേറൊരു കാര്യമുണ്ട്, നമുക്കിത് ഈ കൂണ് എല്ലാ സകല തേങ്ങയും മഞ്ഞൾപ്പൊടി അതായത് ചുവന്നുള്ളി എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മി ഇലക്കകത്തിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവുമാണ്. അപ്പൊ ഇത് ആദ്യം വേവിച്ച് വരണം. അപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് എന്താ, ഈ തോരന് ആവശ്യമായിട്ടുള്ള ഈ തേങ്ങാക്കൂട്ട് നമുക്ക് തയ്യാറാക്കാം. തേങ്ങ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 3 എണ്ണം, ചുവന്നുള്ളി ഏറെ വേണം. ഞാനിപ്പോ ഇത് എന്താ പറഞ്ഞ ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി, രണ്ട് 3 കറിവേപ്പില, പാകത്തിനുപ്പ്. ഇതെല്ലാം കൂടിയിട്ട് എന്താണെന്നറിയോ, നമ്മള് കൈ കൊണ്ട് നന്നായിട്ട് പാകത്തിന് വെരവിയെടുക്കണം. നമ്മള് ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നമ്മള് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കല്ലിലൊന്ന് ഒതുക്കിയെടുക്കുക, അല്ലാതെ മിക്സിയിലിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുത്താൽ അതിന്റെ ആ രുചി കിട്ടത്തില്ല. നമ്മൾ വേവിക്കാൻ നേരത്തെ വെച്ച കൂണാണിത്. അത് റെഡിയായിട്ടുണ്ട്. നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ അതിന് നന്നായിട്ട് പറ്റി, ഉപ്പൊക്കെ പറ്റിച്ച് ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത്, തോരനാക്കി റെഡിയായിട്ടെടുക്കാം. ലേശം വെളിച്ചെണ്ണ. നമുക്കിനി കടുകും വറ്റൽമുളകും കറിവേപ്പില മാത്രമേ ഉള്ളൂ. നേരെ ഇത് പാനിലിട്ട് എണ്ണ വെച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കുക. നമ്മുടെ കൂൺ തോരൻ തയ്യാറായി. അപ്പം എന്താ പറയാ, ഉച്ചയൂണിന് ഏറ്റവും നല്ല ഒരു തോരനില് ഏറ്റവും നല്ല ഗുണങ്ങളേറെയുള്ള ഒരു ഇതാണ് കൂൺ തോരൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും കൂണ് നല്ലതാണ്. ഇപ്പോഴേ കുഞ്ഞു പിള്ളേർക്ക് കൊടുത്ത് ശീലിച്ചാലുണ്ടല്ലോ അവർക്ക് നല്ല, അതുപോലെ തന്നെ ബുദ്ധിക്കും എല്ലാം കൊണ്ടും കൂൺ ഒത്തിരി ഉപയോഗമുള്ളതാണ്. ഇപ്പൊ കൂണിൽ നിന്ന് തന്നെ മാരകമായ പല രോഗങ്ങൾക്കും പല മെഡിസിനുകളും നമ്മുടെ ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പം എണ്ണ നല്ല ചൂടായി. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കുമ്പോൾ ഈ പറഞ്ഞ ചുവന്നുള്ളി ഒന്നും ഇടേണ്ട കാര്യമില്ല. ചുവന്നുള്ളി വെച്ച് നല്ല തേങ്ങാക്കൂട്ട് നല്ല തിരുമ്മി വെച്ചതാണ്. 2 വറ്റൽമുളക്, സ്വല്പം കരിവേപ്പില. ഇനി നമ്മൾ ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, കരിവേപ്പില, മഞ്ഞൾപ്പൊടി മുതലായവ ഇട്ട് തിരുമ്മിയത് ആദ്യം ഇതിലേക്കിടുക. തേങ്ങ ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കാം.
മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കൂണ് ഇതിലേക്ക് ഇടും. ഇനി ഇത് നല്ലതുപോലെ ചിക്കിയെടുക്കണം നമ്മള്. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ കൂണ് തോരൻ വെക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ പലർക്കും അത് വയറ്റിന് പിടിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ, ഒരു വിഷാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ. ഈ പറഞ്ഞ കൂൺ നന്നായിട്ട് അങ്ങോട്ട് വഴണ്ടൊന്നും വരേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മൾ നേരത്തെ തന്നെ കൂൺ വേവിച്ച കാരണം കൊണ്ട് ഒത്തിരി നേരമൊന്നും ഇട്ടിങ്ങനെ ഇളക്കേണ്ട കാര്യമില്ല. കൂൺ തോരൻ തയ്യാറായി കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്കൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.